അപ്പോൾ എല്ലാവരും ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഗണപതി സ്കെച്ചിങ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജാണ്, അതായത് യെല്ലോ പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ യെല്ലോ വാഷിന് യൂസ് ചെയ്യുന്ന കളേഴ്സ്, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സാണ്. ഓരോരാൾ ഓരോ ടൈപ്പിൽ പല പല മിക്സിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മിക്സിങ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് യെല്ലോ ഓക്കർ, ലെമൺ യെല്ലോ ആൻഡ് പെർമനൻറ്റ് യെല്ലോ മീഡിയം. ഈ 3 ഷെയ്ഡാണ് യെല്ലോയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ യെല്ലോ ഓക്കർ ആൻഡ് ലെമൺ യെല്ലോ ഏകദേശം ഒരു ഈക്വൽ എമൗണ്ടിൽ എടുക്കും. രണ്ടും സിംഗിൾ ഡ്രോപ്പ് ഈക്വൽ എമൗണ്ടിൽ യെല്ലോ ഓക്കർ ആൻഡ് ലെമൺ യെല്ലോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഡ്രോപ്പ് പെർമനൻറ്റ് യെല്ലോ മീഡിയം ഒരു ഡ്രോപ്പ്. അപ്പോൾ ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്ന യെല്ലോ ഷെയ്ഡ്. ഇനി അതിൻ്റെ മിക്സിങ് ഞാൻ കാണിച്ചു തരാം. ഒരു ഡ്രോപ്പ് യെല്ലോ ഓക്കർ, സെയിം എമൗണ്ട് ലെമൺ യെല്ലോ, പെർമനൻറ്റ് യെല്ലോ മീഡിയം. അപ്പോൾ നമ്മളിപ്പോൾ ഓർണമെൻറ്റ്സ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ബ്രഷിൻ്റെ നമ്പർ 0 സൈസ് ബ്രഷാണ് ഞാൻ എടുക്കുന്നത്. 0 സൈസ് ബ്രഷ്. അപ്പോൾ ഇത് നമ്മൾ ഓർണമെൻറ്റ്സ് ഫസ്റ്റ് ഷെയ്ഡ് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ 2 ലൈൻസിന് നടുവിലുള്ള ലൈൻ വിടുക. അത് വൈറ്റായിട്ട് തന്നെ വിടുക. അത് വൈറ്റായിട്ട് വിട്ടിട്ട് അതിൻ്റെ 2 സൈഡിലുള്ള ഇതുപോലത്തെ ലൈൻസ് യെല്ലോ കൊടുക്കുക ലൈൻസിൻ്റെ ഉള്ളിൽ. അതുപോലെ ഈ റൗണ്ട് ഈ ഷേപ്പിലുള്ളതിനും യെല്ലോ കൊടുക്കുക. അതായത് ഈ നടുവിലുള്ളത് വൈറ്റായിട്ട് തന്നെ വിടുക. അതെല്ലാ ഇതുപോലെ 3 ലൈൻസ് വരുന്ന എല്ലാത്തിനും അതുപോലെ തന്നെയാണ് ചെയ്യുക. അത് ലാസ്റ്റ് ഔട്ട്ലൈൻ വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാ അത് വൈറ്റ് വിട്ടതെന്നുള്ളത്. അപ്പം നമ്മൾ കിരീടം മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് യെല്ലോ ഷെയ്ഡ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ സെൻറ്റർ ഭാഗങ്ങളിലും വൈറ്റ് വിടുക. അത് നമ്മൾ സ്റ്റോൺസ് വരക്കാൻ വേണ്ടിയിട്ടാണ് അത് വൈറ്റ് വിടുന്നത്. അതുപോലെ തന്നെ ആ സ്റ്റോണിൻ്റെ ചുറ്റും ഒരു റൗണ്ട് യെല്ലോ, അത് കഴിഞ്ഞ് ഒരു റൗണ്ട് ഫുൾ വൈറ്റ് ആയിട്ട് വിടുക. എന്നിട്ട് നെക്സ്റ്റ് റൗണ്ട് വീണ്ടും യെല്ലോ ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ ഓർണമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരവരയിലെ എല്ലാ ഓർണമെൻറ്റ്സ് മാത്രം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഡ്രസ്സസും കൂടെ ഇതുപോലെ യെല്ലോ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, ആയുധങ്ങൾ അങ്ങനെ എല്ലാത്തിനും യെല്ലോ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ മേലെ കൂടെ എല്ലാത്തിനും ഒരു സെക്കൻഡ് കോട്ട് പെയിൻറ്റ് ചെയ്യണം. നമ്മളിത് ഡൈല്യൂട്ട് ചെയ്തിട്ടല്ലേ ചെയ്ത് കഴിഞ്ഞത്. അപ്പം സെക്കൻഡ് കോട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കളേഴ്സ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമില്ലാത്ത കോട്ടിങ്സ് ചെയ്യാം. മിനിമം 2 കോട്ടിംഗ് എങ്കിലും ചെയ്യണം. ഓർണമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം ഞാൻ. കാണുന്നുണ്ട് ഗണപതിൻ്റെ ഓർണമെൻറ്റ്സ്, ഡ്രസ്സ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യെല്ലോ അടിച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കോട്ടും കഴിഞ്ഞു, സെക്കൻഡ് കോട്ടും കഴിഞ്ഞു. ഇനി ഉണങ്ങട്ടെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞ് അത് മുഴുവനായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ ഇപ്പോൾ കളർ മിക്സിങ് സെയിം യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ 3 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടത്, ഡൈല്യൂട്ട് ചെയ്ത് സെയിം പ്രോസസ്സാണ്. ഇനി നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഡീറ്റെയിലിങ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ശരിക്കും ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കുറേ ഡീറ്റെയിലിങ് ചെയ്യണം. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പെയിൻറ്റിങ് ആയതുകൊണ്ട് ഞാനത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഗണപതിനെ ഫോക്കസ് കൂടുതൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ഞാൻ യെല്ലോ ചെയ്യാൻ പോവാന്ന്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ജെയിനിൻ്റെ നമ്പർ 8 ആണ്. അത് 8 അതിൽ വലിയ ബ്രഷോ, ബിക്കോസ് അത് ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഫുള്ളായിട്ട് ഞാനിത് യെല്ലോ ചെയ്യാനല്ലേ പോകുന്നത്. അപ്പോൾ അത്രയും സ്ഥലം കവർ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഫ്ലാറ്റ് ബ്രഷ് അല്ലെങ്കിൽ റൗണ്ട് ബ്രഷ് ആയാലും വലിയ സൈസിലെ റൗണ്ട് ബ്രഷോ യൂസ് ചെയ്യാം. അപ്പം നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ഗണപതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് യെല്ലോ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിനു ശേഷം രണ്ടാമത്തെ കോട്ടും കൂടെ ഇതിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 കോട്ട് യെല്ലോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓർണമെന്റ്സും ബാക്ക്ഗ്രൗണ്ടൊക്കെ യെല്ലോ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഷെയ്ഡിംഗ് ആണ്. റെഡ് ഷെയ്ഡിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ട്. ഓർണമെന്റ്സിനും ബാക്ക്ഗ്രൗണ്ടിനൊക്കെ റെഡ് ഷെയ്ഡിങ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.